നമ്മുടെ പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ പൂച്ചകളാണ് കടുവകൾ. വേട്ടയാടാൻ സത്യത്തിൽ കടുവകളെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. കടുവയുടെ കുറച്ച് പ്രത്യേകതകളും അതുപോലെ സിംഹവും കടുവയും ആരാണ് കൂടുതൽ ശക്തനെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമേ കാണാനായി സാധിക്കുകയുള്ളൂ. ഇവയുടെ ശരീരത്തിൽ കാണുന്ന ആ ഒരു വരകളില്ലേ, അത് നമ്മുടെ വിരലിൻ്റെ അടയാളങ്ങൾ പോലെ തന്നെ കടുവകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കടുവകളെ സംബന്ധിച്ച് കാട്ടിൽ ഇരകളെ പതുങ്ങിയിരുന്ന് പിടിക്കുന്നതിനാൽ ഈ ഒരു രൂപവും കളറും അല്ലെങ്കിൽ ഈ വരകളെല്ലാം ഇരകൾ കാണാതെ മറഞ്ഞിരിക്കാൻ കടുവകളെ സഹായിക്കുന്നുണ്ട്. തൻ്റെ ഇരകളെ ഏകദേശം ഒരുപാട് നേരം ഇമവെട്ടാതെ നോക്കിയിരിക്കാനുള്ള കഴിവും കടുവകൾക്കുണ്ട്. 40-50 തവണ ശ്രമിച്ചാൽ മാത്രമേ ഇരകളെ കീഴ്പ്പെടുത്താനായിട്ട് ഒരുപക്ഷെ കടുവകൾക്ക് സാധിക്കുകയുള്ളൂ. അത്രയും പ്രാവശ്യം അവർക്ക് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും ഇരകളെ കീഴ്പ്പെടുത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരുപാട് എനർജി ഇതിനായി ആവശ്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കടുവകൾ അവർ വസിക്കുന്ന കാട്ടിലെ ഏറ്റവും വലിയ മൃഗത്തെയായിരിക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷിക്കുന്നത്. ഏറ്റവും വലിയ മൃഗം എന്ന് പറയുമ്പോൾ അത് ആനയൊന്നുമല്ല. ആനയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ തരം കിട്ടിക്കഴിഞ്ഞാൽ അലക്കുമെങ്കിലും അതൊരു പക്ഷെ കടുവയുടെ പണി തീരാനുള്ള എളുപ്പമാർഗമായി തീരും ചെയ്യും. ആനേനൊക്കെ പോയി അലക്കി കഴിഞ്ഞാൽ കടുവയ്ക്ക് 8ൻ്റെ പണിയായിരിക്കും കിട്ടാൻ പോവുക. ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ മൃഗമെന്ന് പറയുന്നത് കടുവയെ സംബന്ധിച്ച് കാട്ടുപോത്താണ്. കാട്ടുപോത്തിനെ ആയിരിക്കും പ്രധാനമായും കടുവ അങ്ങനെ കീഴ്പ്പെടുത്തി ഭക്ഷിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 40 തവണയൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഒരു ഇരയെ കീഴ്പ്പെടുത്തുന്നതെങ്കിൽ ഒരു മാനിനെയോ പന്നിയോ ഒക്കെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇറച്ചി മാത്രമേ കടുവയ്ക്ക് ഭക്ഷിക്കാനായി ലഭിക്കുകയുള്ളൂ. കടുവയുടെ ശരീരത്തിൽ എനർജി നിലനിർത്താനായി പിന്നെയും വേട്ടയ്ക്കായി പോകേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ വലിയ ഇരകളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ലാത്ത സമയത്ത് മാത്രമാണ് കടുവകൾ ചെറിയ ഇരകളെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും കടുവകൾ ഭക്ഷിക്കുന്നത് കാട്ടുപോത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു കാട്ടിൽ ഏതാണോ വലിയ മൃഗം ആ മൃഗത്തിനെയാണ് ഭക്ഷിക്കുക. ഒരുപക്ഷെ ആനയെയോ അല്ലെങ്കിൽ കണ്ടാമൃഗത്തെയോ വരെ ആക്രമിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു കാട്ടുപോത്തിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും കടുവയ്ക്ക് ഒരാഴ്ചയോളം ഭക്ഷിക്കാനുള്ള വകുപ്പ് അതിൽ നിന്ന് തന്നെ ലഭിക്കും. കഴുത്തിനു പിറകിൽ തൻ്റെ കൂർത്ത പല്ലുകൾ ഇറക്കിയാണ് കടുവ ഇരകളെ കീഴടക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി സുഷ്മുന നാഡി തകർക്കാനും ഇരകളെ വളരെ പെട്ടെന്ന് തന്നെ അനക്കമില്ലാതാക്കാനും കടുവയ്ക്ക് കഴിയുന്നു. മാർജാര കുടുംബത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ അംഗമാണ് കടുവ. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകടുവയ്ക്ക് 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഇന്ത്യയിൽ 1967 വെടിവെച്ച് കൊന്ന ഒരു കടുവയ്ക്ക് 390 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. പെൺകടുവകൾ സാധാരണയായി 180 കിലോഗ്രാമിലധികം ഭാരം വയ്ക്കാറില്ല. 3 മീറ്ററാണ് ആൺകടുവകളുടെ ശരാശരി നീളം. പെൺകടുവകൾക്ക് ഇത് 2.5 മീറ്ററായി കുറയും. 5 മീറ്ററോളം ഉയരത്തിൽ ചാടാനും 10 മീറ്ററോളം നീളത്തിൽ ചാടാനും കടുവകൾക്ക് കഴിവുണ്ട്. അതുപോലെ സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടിയുള്ള ഇരകളെ കീഴടക്കാനും കടത്തിക്കൊണ്ടുപോകാനും കടുവകൾക്ക് വളരെ നിസ്സാരമായി തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ശരീരത്തിൻ്റെ 1/3 ഭാരമുള്ള ഇരകളെയും കൊണ്ട് 2 മീറ്ററിലധികം ഉയരത്തിൽ ചാടാനും കടുവയ്ക്ക് കഴിവുണ്ട്. ഒറ്റയ്ക്ക് കഴിയുന്ന ഇവ പ്രജനനകാലത്ത് മാത്രമേ ഇണയോടൊപ്പം ജീവിക്കാറുള്ളൂ. 12 വയസ്സാണ് ഇവയുടെ ആയുർദൈർഘ്യം. ജീവികളിലെ ആഹാര ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന അംഗമാണ് കടുവ. ഓരോ കടുവയ്ക്കും ഓരോ ടെറിട്ടറി ഉണ്ടാകും. തൻ്റെ ടെറിട്ടറി മരങ്ങൾ മാന്തിയും അതുപോലെ മൂത്രവിസർജനം നടത്തിയുമൊക്കെ അടയാളപ്പെടുത്തി വെക്കും. ഈ ഒരു അതിർത്തിയിലേക്ക് മറ്റു കടുവകൾ കടക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കും. അതിൽ ഏറ്റവും ശക്തിയുള്ള കടുവ വിജയിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാൾ അവിടെ വരുമ്പോൾ മറ്റൊരാൾ മാറിക്കൊടുക്കുക തന്നെ വേണം. അതാണ് കാടിൻ്റെ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ജയിക്കുന്ന ആൾ ആ ടെറിട്ടറിയുടെ അധിപതിയാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള ടെറിട്ടറി ഫൈറ്റുകളിൽ ഇരകളെ കീഴ്പ്പെടുത്തി അതിജീവിക്കാനുള്ള സാധ്യത പോലും ഇല്ലാതായി മാറുന്ന അവസ്ഥ കടുവകൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി ഒരുപക്ഷെ കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികളെയും മനുഷ്യരെയും വരെ കൊന്നു തിന്നാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ പ്രായമായ കടുവകളും മറ്റു പല രീതിയിൽ പരിക്കുകൾ പറ്റിയ കടുവകളും ഇതുപോലെ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. സത്യത്തിൽ കടുവയിൽ ഏറ്റവും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ കടുവകളുടെ സ്വാഭാവിക ഇരയല്ല. തീരെ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ മനുഷ്യനെ കടുവകൾ ഭക്ഷിക്കാറുള്ളൂ. പ്രജനന സമയത്ത് മാത്രമേ പ്രായപൂർത്തിയായ കടുവകൾ അവരെ ഒന്നിച്ച് കാണാൻ സാധിക്കുകയുള്ളൂ. ഒറ്റപ്രസവത്തിൽ 1, 2, 3 കുട്ടികൾ വരെ ഇവർക്കുണ്ടാകാറുണ്ട്.
കുട്ടികൾക്ക് ഏകദേശം 3 വയസ്സ് വരെ പ്രായമാകുമ്പോൾ അവർ അമ്മയിൽ നിന്ന് അകന്നു പോകും. 3 വയസ്സാകുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയാകും. പിന്നെ അവിടെ അമ്മ മക്കൾ സെന്റിമെന്റ്സ് ഒന്നുമില്ല. ശക്തരായവർ ആ ടെറിട്ടറി സ്വന്തമാക്കും. ഒരുപക്ഷെ അമ്മയും മക്കളും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ പൂച്ചകൾ സ്വന്തം കുട്ടികളെ കൊല്ലാറുള്ളത് പോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ആൺകടുവകൾ ഈ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ തനിക്കൊരു ഭീഷണിയാകുമോ എന്ന് കരുതിക്കൊണ്ട് അവരെ ആക്രമിച്ച് കൊല്ലാറുണ്ട്. ഇനി സിംഹവും അതുപോലെ തന്നെ കടുവയും യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ, അവർ തമ്മിൽ ഒരു ഫൈറ്റ് സംഭവിക്കുകയാണെങ്കിൽ, അവരിൽ ആരാണ് ശക്തൻ അല്ലെങ്കിൽ അവരിൽ ആരാണ് ഏറ്റവും അധികം മുറിവുകൾ ഏൽപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. സിംഹവും കടുവയും ഒന്നിച്ച് ജീവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാലും സിംഹത്തിനേക്കാളും ഭാരവും ശക്തിയും ഉള്ളത് അല്ലെങ്കിൽ ഉള്ളത് കടുവകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഏതൊരാളും വിചാരിക്കുക കടുവ തന്നെയായിരിക്കും ഇവിടെ ജയിക്കുക എന്നാണ്. എന്നാൽ സിംഹങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുക. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നിച്ചാണ് ആക്രമിക്കുക. അവരുടെ ഗ്രൂപ്പിലേക്ക് ഏതെങ്കിലും ഒരു എനിമി, മറ്റൊരു സിംഹമോ അല്ലെങ്കിൽ കടുവയോ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി അവരെ ആക്രമിക്കുക. ആ ഗ്രൂപ്പിലുള്ള എല്ലാ സിംഹങ്ങളും ചേർന്ന് കടുവയെ ആക്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കടുവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കടുവകളേക്കാൾ കൂടുതൽ ബുദ്ധിയും സിംഹങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആർക്കാണ് ജയം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സാഹചര്യങ്ങളാണ് ഇവിടെ ജയം നിർണ്ണയിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് സിംഹത്തിനെയാണോ കടുവയാണോ കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്